നമ്മളിപ്പോൾ വന്നിരിക്കുന്നതാണ് നെതർലൻഡ്സിൻ്റെ ഒരു അടിപൊളി ഗ്രീൻ ഹൗസിലേക്ക്. ഇത് ഇവിടുത്തെ പാപ്രിക്ക ഉണ്ടാവുന്ന ഗ്രീൻ ഹൗസാണ്. പാപ്രിക്ക എന്ന് പറഞ്ഞാൽ ബെൽ പെപ്പേഴ്സ് അല്ലെ ക്യാപ്സിക്കം ഇല്ലേ, അത് ഉണ്ടാവുന്ന ഗ്രീൻ ഹൗസ്. അപ്പോൾ ആ ഗ്രീൻ ഹൗസിൻ്റെ കാഴ്ചകൾ കണ്ടാലോ നമുക്ക്. നമ്മളിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയോ? നമ്മളിവിടെ നെതർലാൻഡ്സിലെ ഒരു ഗ്രീൻ ഹൗസ് കാണാൻ പോവാണ്. അപ്പം ഈ നെതർലാൻഡ്സ് ആണ് എനിക്ക് തോന്നുന്ന വേൾഡിലേക്ക് വെച്ചിട്ട് തന്നെ ഒരു ഹയസ്റ്റ് എക്സ്പോർട്ടർ. യു എസ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. യൂറോപ്പിലെ ഹയസ്റ്റ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ടർ ആണ്. വെജിറ്റബിൾസ് മാത്രമല്ല, എല്ലാം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ഫ്ലവേഴ്സ്. അപ്പോൾ ഇവിടുത്തെ കുറെ ഗ്രീൻ ഹൗസും പിന്നെ ഭയങ്കര സസ്റ്റൈനബിൾ ഫാമിംഗ് ആണ്. പിന്നെ കുറേ ടെക്നിക്കുകൾ, ഹൈഡ്രോപോണിക്സ്, അങ്ങനത്തെ കുറേ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഐ ടിയിൽ നമ്മളും യു എസ് ഒക്കെ എത്ര അഡ്വാൻസ്ഡ് ആണോ അതിൽ അഗ്രികൾച്ചറിൽ അത്ര അഡ്വാൻസ്ഡ് ആണ് ഇവരുടെ ടെക്നോളജി. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ഇവരുടെ ഒരു ഗ്രീൻ ഹൗസ് പോയി കണ്ടിട്ട് വരാം. എന്താ സെറ്റപ്പ് എന്ന് അറിയണമല്ലോ. നമ്മൾ ആ പാപ്രിക്കയുടെ സ്ഥലമാണോ ഇട്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു പാപ്രിക്ക ഹൗസിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രഷ്, നമ്മുടെ എന്താ ഇതിന് പറയാ, ക്യാപ്സിക്കം. നമ്മൾ പറയുന്ന ക്യാപ്സിക്കം അല്ലെ ബെൽ പെപ്പേഴ്സും അടിപൊളിയാണ്. ഇപ്പം നോക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയൊക്കെ കിട്ടാൻ നമുക്ക് ഇനി നടത്തുന്ന അകത്തേക്ക് ഫുള്ള് കാണാനുണ്ട്. ഒരു ബ്രോഷർ എടുക്കും. നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ പോവാണേ. വാ. ഞാൻ ഇതുവരെ ഒരു ക്യാപ്സിക്കം ചെടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞാൻ വെച്ചൊരു മുളക് പോലെ, പക്ഷെ ഇതിങ്ങനെ മുകളിലേക്ക് വലിച്ചു കെട്ടിയിരിക്കും കേട്ടോ. എന്ത് രസമാണ് നോക്ക്. നല്ല വലിയ ബെൽ പെപ്പേഴ്സ്. ഇതിനൊക്കെ വലിപ്പം ഒന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 വലിയത് ഒരൊറ്റ ചെടിയിൽ. അപ്പൊ ഈ നെതർലൻഡ്സ് ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആൽസ്മീർ ആണ്. അപ്പൊ നമ്മൾ ആൽസ്മീറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ 6 എണ്ണം ഉണ്ട്. ഒന്നിപ്പോ നമ്മൾ വന്നിട്ടുള്ള പാപ്രിക്ക ഹൗസ്, വേറൊന്ന് ഇതുപോലെ ഉരുളക്കിഴങ്ങിന്റെ ഉണ്ട്. ആദ്യം തന്നെ എത്തിയത് പാപ്രിക്കയാണ്. ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടി. ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. വേർക്കാൻ തുടങ്ങി. ഭയങ്കര ഹെൽത്തി ആയി തോന്നില്ലേ കാണുമ്പോഴേ? ഭയങ്കര ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളതും. ഹെക്ടർ കണക്കിനുണ്ട്. പക്ഷെ അതിലിപ്പോ ഒരു കുഞ്ഞൊരു സ്ട്രെച്ചാണ് നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കി തന്നിട്ടുള്ളത്. പൊതുവെ തക്കാളി ഇഷ്ടമല്ലാത്ത അതിൽ ഇവിടുത്തെ തക്കാളി കഴിച്ചിട്ട് പറയുന്നതാണ്. ഇന്ന് ഞാൻ തീരുമാനിക്കും ഇനി ഞാൻ തക്കാളി കഴിക്കില്ല എന്നൊക്കെ. തക്കാളിയുടെ ടേസ്റ്റ് എനിക്കിപ്പോൾ ഇഷ്ടമല്ല, പക്ഷെ ഇത് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു രസമുണ്ട് അല്ലേ, കഴിക്കാനുള്ള സുഖമുണ്ട്. We start in December, then the plants come inside. It's like this. So it's only growing until March. So from December till March, we just only grow the plants and make the base of the plants. So they are strong enough to get the all pepper. In March we start with harvesting, and the harvesting is all by hand. So we cut it with a knife, and we start in March until November. And in November it's finished. Then the plants are so high as the end of the rope. Wow! So that's very high. Oh my god, that's so that high. would be crazy. Yeah, it's like 3 meters or no 4 meters or it's something. about 4 meters. Yeah. 4 മീറ്ററിൽ. Then the season is finished. Everything goes out, so the plants goes out, this hoop roll goes out, the plastic goes out, and you make everything clean for the new season. And the cycle continues. And then how do you give the nutrients and everything? Is it inside this pipe? With this is the system that gives water. Sometimes the plants have enough water, and you can see this little cut inside. When the plant has enough water, everything goes out over here. Okay. And we can take the water and reuse it again. Wow, that's so sustainable. Yes, we do again. So the minerals are mixed in the water and given it to the plant. Mixed in the water, and then we give it about a day. Yes. അപ്പോൾ ഇതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറി നിൽക്കും ആൾക്കാർ. എന്നിട്ടാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുക. ഇതിങ്ങനെ നീളത്തിൽ പോവുകയും ചെയ്യും. അതിന് കമ്പി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതിനൊരു ട്രാക്ക് പോലെ. അപ്പം ഈ ചെടീനെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇവർക്ക് നേരെ പോയി ഫുൾ കളക്ട് ചെയ്യാനും പറ്റും. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. അപ്പം ഏത് ഹൈറ്റിലാണോ ചെടിയുള്ളത് അതിനനുസരിച്ച് ഇവർക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്
ആ ഹൈറ്റ് വരെ ഉള്ളത് പറിക്കാനും പറ്റും. ഇവിടെ ഇപ്പം ഞാൻ കാണുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 500 ലൈനുണ്ട്. ആ 500 ലൈനിൽ ഒരു ലൈനിൽ അങ്ങോട്ടേക്ക് ഒരു 300 ചെടി വീതമുണ്ട്. അപ്പം അത്രയും ചെടികളുണ്ട്. ഈ ചെടി നട്ടിട്ട് ഒരു കുഞ്ഞ് ഏരിയയിലാണ് മണ്ണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ആദ്യം അവർ നടുന്ന സമയത്ത് അവർ പറഞ്ഞു ഇത്രയൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ, അപ്പോൾ ചെടിയിൽ കായൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് സീസൺ അനുസരിച്ച് ഇങ്ങനെ വളർന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 4 മീറ്റർ ഹൈറ്റിൽ ഈ ചെടി വരും. അപ്പോൾ 1 മീറ്ററിൽ ഞാൻ നേരത്തെ എണ്ണിയപ്പോൾ 20-ൽ കൂടുതൽ പാപ്രിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ 4 മീറ്ററിൽ എന്തോരം ഉണ്ടാവും. പിന്നെ ഇതിനെങ്ങനെ വെള്ളവും മിനറൽസും ഒക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ കുറേ പൈപ്പ് ഉണ്ട്. അവിടെ നിന്ന് മുതലേ പൈപ്പ് വരും. അപ്പോൾ ആ പൈപ്പിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ചോട്ടിൽ കാണുന്നുണ്ടോ, തൊട്ട് ചോട്ടിൽ ഇതുപോലത്തെ ഈ കുഞ്ഞ് പൈപ്പുണ്ട്. ആ പൈപ്പിലൂടെ വന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എത്തും. എന്നിട്ട് വെള്ളം എത്തിയതിന് ശേഷം ബാക്കി ഇപ്പോൾ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഇതിലേ ഒഴിഞ്ഞ് ഈ താഴെ ഈ ട്രെയിലേക്ക് പോകും. ഈ ട്രെയിൽ എന്താണെന്ന് വെച്ചാൽ അത് പിന്നെയും കളക്ട് ചെയ്തിട്ട് അതേ വെള്ളം തന്നെ അവർ ബാക്കി ഉപയോഗിക്കും. അതായത് ബേസിക്കലി ഒന്നും വേസ്റ്റ് ആവുന്നില്ല. കറക്റ്റായിട്ട് എല്ലാം വേണ്ട പോലെ ആവശ്യത്തിനുള്ള അളവിൽ കറക്റ്റ് അതൊക്കെ മെഷർ ചെയ്താൽ എനിക്കൊന്ന് അതിൻ്റെ പിന്നിലെ സയൻസൊക്കെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ചെടിക്ക് എത്ര വേണമെന്ന്. അങ്ങനെയാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനെ മുകളിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്വൈൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവരിതിങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതിന് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇത് 3ആയി ഭാഗിച്ചിട്ട് എനിക്കത് കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതമാവുക. ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഹാംഫുൾ അല്ലാത്ത ഇൻസെക്ട്സ് ഉണ്ടാവും. അതാണ് ഈ ഹാംഫുൾ ആയ ഇൻസെക്റ്റിനെ തിന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രാണികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള പൂവാണ് ഇവിടെ വളർന്നിരിക്കുന്നത്. അതൊരു ഒരു കോ ലിവിങ് സിസ്റ്റം അല്ലേ. ഇൻസെക്ട്സ് വെച്ചിട്ട് ചെയ്യുന്നു, വെള്ളം ഇങ്ങനെ കൊടുക്കുന്നു. കൃഷിയുടെ കാര്യത്തിൽ ഒരു വേറെ ലെവല് തന്നെയാണല്ലേ. കൃഷിയുടെ കാര്യത്തിൽ ഇപ്പം തൽക്കാലം വരെ വെല്ലാൻ ചിലപ്പോൾ ഇസ്രായേൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രഷ് പാപ്രിക്ക നമുക്ക് കടയിൽ നിന്ന് കിട്ടാറില്ലല്ലോ. ഇതൊക്കെ കയറ്റുമതി ചെയ്യണോ? ഒരു പാപ്രിക്ക വോൾ അല്ലേ? ആ, കുറച്ച് തിന്നാൻ തോന്നാം. അകത്ത് പോയാൽ അവരെ നമുക്ക് സാമ്പിളും തരുവേ. ഒരു സാമ്പിൾ കിട്ടുമോ നോക്കിയിട്ട് വരാം. ബയോ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി സാധനം വാങ്ങിക്കാനും പറ്റും. പാപ്രിക്കയും കുക്കുംബേഴ്സും ടൊമാറ്റോസൊക്കെ മേടിക്കാനും പറ്റുമേ. സൂപ്പർ. എനിക്ക് നമ്മൾ തക്കാളി വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു പാപ്രിക്ക വാങ്ങിച്ചിട്ട് വരാമേ. വാ. ഹലോ, can I only have 50 cents. Can I have one? Yeah. Thank you. നമുക്കൊരു ഫ്രഷ് പാപ്രിക്ക കിട്ടിയിരിക്കുകയാണ്. Thank you. വിശന്നിരിക്കുകയാണ് ഗൈസ്. ഡച്ച് ലഞ്ചാണ് കഴിക്കുന്നത്. സാൻഡ്വിച്ച്. ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരം പോലെ ഇരിക്കുന്ന ബ്രെഡാണ്. വിശന്നിട്ടാണോന്ന് അറിയില്ല. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെതർലൻഡ്സിൽ പല സ്ഥലത്തായിട്ട് ഈ കൊമൻഡെ കാസ് എന്ന് പറഞ്ഞ ഒരു ഇവന്റ് പോലെ നടത്തുന്നതാണ്. പല കമ്പനികൾ ഇതിൽ പങ്കെടുക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രീൻ ഹൗസസ് പബ്ലിക്കിനായിട്ട് വർഷത്തിൽ ഒരു വീക്കെൻഡ് ഓപ്പൺ ആക്കി കിട്ടും. അത് മിക്കവാറും സ്പ്രിങ്ങിലായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം നടക്കുന്നത് ഏപ്രിൽ 5-6 വീക്കെൻഡാണ്. ഒന്നിക്ക് ആൽസ്മേറിലുണ്ട്, ഐസൽ മൗഡൻ, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന സ്ഥലത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പാപ്രിക്കയുണ്ട്, പിന്നെ റോസാപ്പൂവിൻ്റെ ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ട്. പിന്നെ നമ്മളിന്ന് നടന്നു വന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ളത് പാപ്രിക്കയും ഉരുളക്കിഴങ്ങും റോസാപ്പൂവാണ്. കാരണം ഇവർ ഇത്ര അടിപൊളി എക്സ്പോർട്ടേഴ്സാണ്. ഇവർ ഗ്രീൻ ഹൗസ് ഭയങ്കര സൂപ്പറായി ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ആണ്, എഫിഷ്യൻ്റ് ആണ്, വെർട്ടിക്കൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്, ഹൈഡ്രോപോണിക്സ് ആണ്. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതെന്താ സംഭവം നമുക്ക് ഇതുവരെ വന്ന് കാണാൻ പറ്റിയിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടോ, അവിടെ കാണുന്നതൊക്കെ ഇതുപോലെ ഓരോ ടൈപ്പ് ഗ്രീൻ ഹൗസസ് ആണ്. ഗ്രീൻ ഹൗസസ് അല്ലെ ഗ്ലാസ് ഹൗസസ് എന്ന് പറയൂലേ. ഡെൻഹാഗിൻ്റെ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങൾ അവർ ഗ്ലാസ് സിറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഇലക്ട്രോണിക് സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ IT സിറ്റിക്ക് പകരം ഒരു അഗ്രികൾച്ചറൽ സിറ്റി ഇവരുണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ പാപ്രിക്കയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി ഉരുളക്കിഴങ്ങ് കൃഷിയുള്ള സ്ഥലത്തേക്ക് പോവാം. കൃഷിക്ക് പല പരിപാടി ചെയ്യണം. അതായത് ഉഴുത് മറയ്ക്കാൻ, ചെടി നടാൻ, വിത്ത് പാകാൻ, പിന്നെന്താ ഇത് പറിക്കാൻ, ഇതെല്ലാം കൊണ്ടുവരാൻ, അങ്ങനെ പല തരത്തിലുള്ള വണ്ടിയുടെ ഒരു കമനീയ ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഈ ഇത്രയും ട്രാക്ടറുകളുടെയും വണ്ടിയുടെയും നടുക്കുക ബോട്ടിന് അവിടെ എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവർ കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടറുകളാണ് ഈ കാണുന്നത്. എന്തൊരു വലുപ്പമാണ് നോക്ക്. അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ നടാനും പറിക്കാനും ഒക്കെ പറ്റുമായിരിക്കും. അതുകൊണ്ട് അല്ലേ, പൊട്ടറ്റോ പറിച്ചു കഴിഞ്ഞിട്ട് അത് കളക്ട് ചെയ്യാനുള്ള ക്രേറ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ക്രേറ്റിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഒരു പുറകിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ട്രാക്ടറൊക്കെ പോലെയുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഉഴുത് മറിക്കാനോ അല്ലെങ്കിൽ നടാനോ ഒക്കെ ഉള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ടത് ഉഴുത് മറിക്കാനുള്ളതും പിന്നെ ഇത് സീഡ് ഇങ്ങനെ ഓരോ ലൈനിലായിട്ട് ഇടാനുള്ളതുമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു ട്രാക്ടർ ഓടിക്കുന്നത്. തിരിയുന്നുണ്ട്.
വിൻറ്റേജ് ഐറ്റം മുതൽ പുതിയ അത്യാധുനിക മോഡേൺ സംഭവം വരെ ഇവിടെ ഉണ്ട്. ഇതെന്താ ഫോർഡിന്റെ കേട്ടോ. ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ട്രാക്ടറിൽ കയറി അങ്ങനെ നെതർലൻഡ്സിൽ നിന്ന്. ഇനി ഒരു യമണ്ടൻ ഐറ്റം കാണിച്ചു തരാം. അവിടെ കണ്ട അതേ അതിന്റെ ഫ്രണ്ട് തന്നെ ഞെട്ടാൻ തയ്യാറായിക്കോ ഒരു ട്രക്ക്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ പറിച്ചിട്ട് ആദ്യം പറിക്കാൻ പോയി സാധനം ഇട്ട് തിരിച്ചു വരിക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. 10 ട്രിപ്പിന് അടിക്കണമെന്ന ഒരു പരിപാടിയില്ല. ഒരൊറ്റ അടിക്ക് പോകുന്നു ഫീൽഡിലേക്ക്, സാധനമൊക്കെ പറിച്ച് ചാക്കിലിടുന്നു, ഈ ട്രക്കിലിടുന്നു, തിരിച്ചു വരുന്നു. ഒരൊറ്റ ട്രിപ്പിൽ ഒരു ഫീൽഡ് മൊത്തത്തിൽ കഴിയും. കൃഷി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില്ലറ കാര്യമല്ല കേട്ടോ. ഈ ഒരു മെഷീൻ നോക്ക്, ഇതെന്താണ് JCB ആണോന്ന് വെച്ചാണ്, ട്രാക്ടർ ആണോന്ന് വെച്ചാണ്, ട്രക്കാണോന്ന് വെച്ചാണ്, ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ സാധനത്തിൽ ഉരുളക്കിഴങ്ങൊക്കെ നിറച്ച് കുറേ ബാച്ചായിട്ട് പതുക്കെ പതുക്കെ ഒന്നും വേണ്ട. ആജാനുബാഹു സാധനം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഫീൽഡിലെ മൊത്തത്തിൽ ഒറ്റയടിക്ക് പറിച്ച് ഇതിലിടാൻ പറ്റും. ഇത്രയും സാധനം നിറയ്ക്കാൻ പറ്റും. ഇതിന് ഇത് തുറന്നിങ്ങനെ തുറന്നു വരും. എന്നിട്ട് ഒരു ട്രാക്ടറാണോ? ഞാനിത്രയും ഒരു 10 മീറ്റർ ഉണ്ടാവൂലേ വലിപ്പം നോക്കുക, ടയറിൻ്റെ അത്രേ ഞാനുള്ളൂ. കൃഷിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അതെന്ന് വെച്ചാൽ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താ നടുക, അല്ലെങ്കിൽ നട്ടുകൊണ്ടേ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ചെടി പറിക്കുക, അതിങ്ങനെ പറിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് ഇവരെന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കും. ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കിയിട്ടുള്ള പരിപാടിയാണ്. ഷോട്ടിങ്ങും ഇവർ നെക്സ്റ്റ് ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ റോളേഴ്സിൻ്റെ സൈസ് വെച്ചിട്ട് ഓരോ ഉരുളക്കിഴങ്ങ് സൈസ് അനുസരിച്ച് നമുക്ക് ബാച്ച് ആക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനെ ഓരോരോ സൈസുള്ള സാധനങ്ങൾ ഓരോ ക്രേറ്റിലാക്കിയിട്ട് ഓരോ രാജ്യങ്ങളിലേക്കും സ്ഥലത്തേക്കും ഒക്കെ അയക്കുകയാണ് ഇവർ. ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് എങ്ങനെയാണ് ആ ട്രക്കിൽ നിന്ന് ഇവരുടെ മെഷീനിലേക്ക് ഇടുന്നതും പിന്നെ അത് ക്ലീനിങ് സിസ്റ്റത്തിലേക്ക് പോകുന്നതും ആ ക്ലീനിങ് സിസ്റ്റത്തിൽ നിന്ന് പിന്നെ ഈ കൺവെയർ ബെൽറ്റ് വഴി ഇവരുടെ ഗോഡൗണിലേക്കും ആ ഗോഡൗണിൽ നിന്ന് ഈ ക്രേറ്റുകളിലേക്കും ഇത് കയറി ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തും. ഫുള്ളി ഓട്ടോമേറ്റഡ് പ്രോസസ്സ്. ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കൺവെയർ ബെൽറ്റ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതിനകത്ത് ഈ ഗ്രൂസ് ഉള്ളതുകൊണ്ട് ആ ഗ്രൂസിൽ കുടുങ്ങി നിന്നിട്ട് സാധനങ്ങൾ മുകളിലോട്ട് കയറി പോയിക്കോളും. പിന്നെ താഴെ ഇവിടെയുള്ള ഇതിലൂടെ മണ്ണ് താഴോട്ട് ഡെപ്പോസിറ്റായി പോവുകയും ചെയ്യും. കൈ കൊണ്ട് പണിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം മെഷീനെ കൊണ്ട് ജയിക്കുന്നതാണ്. ഈ ഗ്രൂവിലൂടെ പൊട്ടറ്റോസ് വരുമ്പോൾ ഫ്രിക്ഷൻ കാരണം അവിടെ പിടിച്ച് നിന്നോളും. എല്ലാം കൂടെ ഉരുണ്ട് വീഴുന്ന പ്രശ്നമൊന്നുമില്ല. വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ഈ സോയിലും പൊട്ടറ്റോ ഒക്കെ വേർതിരിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ സോയിൽ ഇതിനകത്തൂടെ അങ്ങ് കളയുകയും ചെയ്യും. നോക്കി ഇവിടെ പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ അത് ക്ലീൻ ചെയ്തും കൂടെ കിട്ടുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. ഈ കാണുന്ന കാറുകളുള്ള ആൾക്കാർ മൊത്തം ഇത് കാണാമെന്നാണ്. പിന്നെ ഒരിടത്ത് പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് നടക്കുന്നവരാണ് ബാക്കി. ഞാൻ ആദ്യമായിട്ടാണ് നെതർലൻഡ്സിൽ ഇത്ര ആൾക്കാരിങ്ങനെ കാഷ്വലായിട്ട് റോഡിൽ കൂടെ ചില്ല് ചെയ്ത് നടന്നു പോകുന്നത് കാണുന്നത്. ഒരു വല്ലാത്തൊരു ഇവന്റ് നടക്കുന്നവർ തോന്നാം. നമ്മളുണ്ടല്ലോ ഏതോ സ്റ്റേഷനിൽ നമ്മൾ ആൽസ്മീർ അവിടെ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 2-2.5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തെത്തിയത്. ഇനി അവിടെ നിന്നും പിന്നെ നടക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു കുഗ്രാമം പോലത്തെ സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടുന്നൊന്നും അറിയില്ല. വന്നവരൊക്കെ തിരിച്ച് സൈക്കിളിനോ കാറിനൊക്കെ പോകും. നമ്മളെന്ത് ചെയ്യുന്ന കണ്ടറിയാം. അപ്പം നമുക്കിനി പൊട്ടറ്റോ ഗ്രീൻ ഹൗസിലേക്ക് നടക്കാം. വെയിലാണ്, രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അവർ ഈ പരിപാടിക്ക് വരാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ എടുത്ത് വരാനാണ് ഇവർ പറയുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ സോളാർ പാനൽ കണ്ടില്ലേ? അപ്പം സോളാർ എനർജിന്നും ജിയോ തെർമൽ എനർജിയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഗ്രീൻ ഹൗസസ് റൺ ചെയ്യുന്നത്. ഓൾറെഡി ഇവർ ഭയങ്കര സസ്റ്റൈനബിൾ ആണ്. ഇത് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. വെള്ളം ഇങ്ങനെ പോയിരുന്നുണ്ടെങ്കിൽ കാറ്റ് അതിനെ വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകുന്നുണ്ട്. റോസാപ്പൂവിൻ്റെ കാണാൻ പോവാണേ. വാ, പിങ്ക് റോസാ ചെടികൾ. ഈ റോസാ ചെടി കാണുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ.
ഇതുവരെ ഫുൾ പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. ഒരു റോസാപ്പൂ ഉണ്ടായി പറിച്ച് കടയിലെത്തുന്ന വരെയുള്ളത്. നമ്മൾ ഈ ലൈൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഫാമിൽ നിന്ന് ഫ്രഷായി പറിച്ച പൊട്ടറ്റോസ് കൊണ്ട് ഉണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈസ് കഴിക്കാൻ. ആൻഡ് അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? അത് ഇത്രയേ ഉള്ളൂ, എന്നാലും ഇതിന് 50 സെൻറ്റ്. 50 സെൻറ്റിനൊക്കെ ഇവിടെ ആദ്യമായിട്ട് ഒരു സാധനം കിട്ടുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഫ്രഷ് ചൂടായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ്. വാ, താങ്ക് യു. ഏത് സോസ് വേണം നിനക്ക്? മയനീസും പിന്നെ കെറി സോസും. ലോജിസ്റ്റിക്കൽ കോസ്റ്റ് ഇല്ലാതെ ഫ്രൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ 50 സെന്റ് മതിയല്ലേ? ബാക്കി നമ്മൾ പേ ചെയ്യുന്ന പ്രൈസ് മൊത്തം ലോജിസ്റ്റിക്കൽ കോസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ്. മറ്റേ നമുക്കൊരു ഒരു ക്യാമ്പയിൻ പോലെ പറയുന്നില്ലേ, നെതർലാൻഡ്സിൽ 50 സെന്റിന് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുമോ? പക്ഷേ വർഷത്തിൽ ഒരു തവണ മാത്രം. വർഷത്തിൽ 2 തവണ. 2 ദിവസം മാത്രം. അതിൽ ഇഷ്ടപ്പെട്ടു. അതിൽ അപ്രൂവ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ കൃഷിയും പാപ്രിക്ക കൃഷിയും ട്യൂലിപ്പ് കൃഷിയും കണ്ട് അവിടുന്ന് ഒരു പൊട്ടറ്റോ ഫ്രൈസ് 50 സെന്റിന് വാങ്ങി കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അവർ കുട്ടി വ്ളോഗ്. ബൈ. ടാറ്റ തരാൻ പറ്റില്ല.